എന്റെ പുസ്തകം പപ്പുവിനോട് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചു. അന്ന് എന്തിനായിരുന്നു പപ്പൂസ് പസ്പോൺ തൊട്ടുകൊണ്ട് തപസ്സിരുന്നത്? വശീകരിക്കാൻ. ആരെ? ആരെയാ പപ്പുവിന് വശീകരിക്കേണ്ടത്? ചേച്ചി. അതെ. എന്താ കുട്ടി ഇത്? സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കണ്ട് തോന്നിയാസങ്ങൾ കാണിക്കാൻ തുടങ്ങുന്നു. മതി. ഞാനിതാരോടും പറയാനൊന്നും പോകുന്നില്ല. പക്ഷേ വേലാളി കളിയും തപാശം കൊണ്ട് എന്റെ അടുത്ത് വന്നേക്കരുത്, പറഞ്ഞേക്കാം. ചേച്ചി, ഈ ആഴ്ചത്തെ വാരികയുണ്ടോ? ചേച്ചി, ഈ ആഴ്ചത്തെ വാരികയുണ്ടോ? അവിടെ എങ്ങാനും കാണും. അവിടെ എന്ന് പറഞ്ഞാ ഒന്ന് എടുത്തു വന്നൂടെ? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കുട്ടി എന്നോട് പെരുമാറാൻ വരരുത്. മതി കൂട്ടുകെട്ടൊക്കെ. ഭാരതിയും കൃഷ്ണനായരും കൂടെ ടൗണിൽ പോയിരിക്കുക. തിരിച്ചു വരുമ്പോ പപ്പുന്റെ റിസൾട്ട് പറഞ്ഞുകൊണ്ട് വരാമെന്ന് പറഞ്ഞാ പോയത്. അതൊക്കെ അവൻ നല്ല മാർക്ക് വാങ്ങിച്ചു ജയിക്കും. ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ അവനങ്ങ് പോവല്ലോ എന്ന് ആലോചിക്കുമ്പോഴുള്ള വിഷമോ. ഓരോ ദിവസം കഴിയുമ്പോഴും ഞാനങ്ങ് എണ്ണുക. കുശ്രുതിയും കുന്നായ്മയും ഒക്കെ ഇത്തിരി കൂടുതലാണെങ്കിലും അവൻ വീട്ടിലുള്ളത് വീടിനൊരു അനക്കമാണ്. അത് ശരിയാ. അവൻ പോയാല് വീട് ഉറങ്ങിയതുപോലെയാ. ഇവിടെ ഒരു ദിവസം അവനെ കണ്ടില്ലെങ്കിൽ ഏതാണ്ട് പോലെ തോന്നും. ഇന്നലെയും കൂടെ ഉറപ്പുറന്നവൻ ആ കാര്യം പറയുകയായിരുന്നു. ഇന്നേ വരെ അവൻ ഒറ്റയ്ക്ക് എവിടെയും പോയി താമസിച്ചിട്ടില്ല. അതോർക്കുമ്പോഴാ എനിക്ക് ആദ്യം. ഒരു പ്രായമാകുമ്പോൾ മക്കൾ അവരവരുടെ കാര്യം നോക്കി പോകാതിരിക്കാൻ ഒക്കുമോ? ഇവള് തന്നെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞയക്കാൻ വേണ്ടി ഞാനങ്ങ് ധൃതി വെക്കുക. എന്നാൽ അവള് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ചിറക് മുളച്ച് കഴിയുമ്പോ കിളിക്കുഞ്ഞുങ്ങൾ അതുങ്ങളുടെ പാട്ടിന് പറന്നു പോകും. അതാണ് ലോക നിയമം. 2-3 ദിവസമായിട്ട് അവനും യാതൊരു ഉത്സാഹവുമില്ല. എപ്പോഴും മുറി തന്നെ അടച്ചു മൂടിയിരിക്കുക. അവന് പിന്നെ വിഷമം കാണാതിരിക്കുമോ? ആദ്യമായിട്ടല്ലേ അവൻ വീട്ടുകാരെയും സ്വന്തക്കാരെയും ഒക്കെ വിട്ടുപിരിഞ്ഞു പോകുന്നത്. അല്ല, കൂട്ടുകാരനെ കാണാൻ പോയിട്ട് അയാളുടെ കാറും തപ്പിക്കൊണ്ടിങ്ങി പോന്നു. ഇങ്ങനെ വരുന്നു പോയാൽ കൊള്ളാം. അതെ, ഈ പട്ടാളക്കാരുടെ പരിപാടി ചേട്ടത്തിക്ക് അറിയാൻ വേഞ്ഞ എവിടെ പോയാലും അവിടെ ഉള്ള എന്തെങ്കിലും സ്വന്തമാക്കുക എന്നുള്ള ഞങ്ങളുടെ ഒരു പിന്നെ രാത്രി ബസ് യാത്ര ചെയ്യണ്ടെന്നും പറഞ്ഞ തോമസ് സാർ നിർബന്ധിച്ചു കൊടുത്ത് അയച്ചതാ. ഇന്ന് റിസൾട്ട് അറിഞ്ഞോ? പപ്പു, നീ ജയിക്കുവോ? ജയിക്കണം. ക്ലാസ് കിട്ടുമോ? കിട്ടണം. അല്ല, കിട്ടും. എന്നാലേ ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. എന്റെ ഗുരുവായൂരപ്പാ. ഓ, ചേട്ടത്തിയുടെ ഒരു ഓട്ടം കണ്ടോ? ചേട്ടന് കത്തെഴുതാൻ പോവാ. എന്താ ഇത്ര പുണ്യം? അയ്യ, അവന്റെ ഒരു ചിരി. ആമ്പിള്ളേരെ ക്ലാസ് വാങ്ങിച്ചാ പരീക്ഷയ്ക്ക് പാസ്സായി. നിനക്ക് എത്ര മാർക്ക് കിട്ടടാ? കണക്കിലൊഴിച്ച് ബാക്കി എല്ലാത്തിനും ജയിച്ചല്ലോ. കണക്കിന്റെ കാര്യം കൂടെ ഒന്ന് പറ സാറേ. ഒന്ന് മൊഴിഞ്ഞാട്ടെ.
എഴുതിയേക്കുന്നു. ആനമട്ട. വരട്ടെ ചേച്ചി, തനിച്ചു പോകണ്ട. കാവിന്റെ അവിടെ കിഴജന്തുക്കളുള്ളതാ. നീ ചേച്ചി ഒന്ന് കൊണ്ടുവിട്ടേച്ചു. അവനിവിടെ എന്താ പണി? അവൻ ഉണ്ടാക്കട്ടെ. ആരോട് പറഞ്ഞോ അവരങ്ങ് ചെയ്താൽ മതി. എന്നോടാ ഇപ്പൊ പറഞ്ഞത്? അല്ല, നിന്നോടാ പറഞ്ഞേ. കൊണ്ടുവിട്ടേച്ചു വേടാ. പപ്പു ലൈറ്റ് അടിക്ക്. പപ്പു ലൈറ്റ് അടിക്കാൻ. എനിക്ക് വെളിച്ചം കാണണ്ടേ? നിങ്ങൾ തന്നെ വെച്ചോളൂ. അത് വേണ്ട, എനിക്കും കൂടി വെളിച്ചം കാണിച്ചു തന്നാ മതി. വേണ്ട, ഞാൻ വെളിച്ചം കാണിച്ചാ അത് നിങ്ങൾക്ക് ഇഷ്ടാവില്ല. അതെങ്ങനെയാ? നിങ്ങളത് പിടിക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. പപ്പു, അതല്ലേ രാവിലെ പറഞ്ഞേ? അല്ല. അതെ. അല്ല പപ്പു, പപ്പുവിന്റെ പോക്ക് ശരിയല്ലാന്ന് കണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഒന്നുമല്ല. പിന്നെ നിങ്ങൾക്കെന്നെ ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞുവോ? പപ്പു? പപ്പുവിനോട് എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. പിന്നെ രാവിലെ പറഞ്ഞതോ? എന്ത്? കൂട്ടുകെട്ടൊക്കെ മതിയെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. പപ്പു വളരുകയാണ്, വലിയ ആളാകുകയാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ പിണങ്ങണോ? അങ്ങനെയാണോ? ചേച്ചിക്ക് അറിഞ്ഞൂടാ. എന്നോട് പിണക്കമാണെന്ന് പറഞ്ഞില്ലേ? ഞാൻ നാട് വിട്ടാലോ എന്ന് ആലോചിച്ചു. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ മരിച്ച ആർക്കും ഒരു നഷ്ടമില്ല, എനിക്കറിയാം. വേണ്ട പപ്പു, നമ്മളുടെ പിണങ്ങണ്ട. തീർന്നു പിണക്കം. കാല് മാത്രം കണ്ടാൽ മതി. ഞാൻ അങ്ങോട്ട് മറുപടി പറഞ്ഞു. കാരണം ശ്രീരാമേന്ദ്രൻ സീതയെ കാണാൻ ചെന്നപ്പോൾ ദശരഥൻ ഇതുപോലെ ചോദ്യം ചോദിച്ചു. അന്ന് ശ്രീരാമേന്ദ്രൻ പറഞ്ഞ മറുപടി രാമായണത്തിലുണ്ട്. നിൽ ശരീരം താങ്ങി നിൽക്കും രണ്ടു കാലുകൾ കണ്ടാൽ പോരും, അങ്ങനെ മൗലേ നിന്റെ സൗന്ദര്യം ഞാൻ ഗ്രഹിച്ചിടാം. അത് ഞാൻ പെണ്ണ് കാണാൻ പോയ അന്തക്കാലം. ഇന്നത്തെ അതുപോലും പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കത്തില്ല. രതിയെ വേണമെങ്കിൽ ഇപ്പൊ വിളിച്ച് കാണിച്ചു തരാം. അയ്യോ, ഇത് രതിയല്ല കേട്ടോ. അല്ല, ആമ്പിള്ളയുടെയും പെമ്പിള്ളയുടെയും വേഷം കണ്ട അവർക്ക് തിരിച്ചറിയാനൊക്കത്തില്ല. ഇവനെ ഞങ്ങളുടെ അടുത്ത വീട്ടിലുള്ള പയ്യന് മാമോനെ. ഇനിയിപ്പം ഇവളെ പെണ്ണ് കാണാൻ വന്നപ്പം ഇവളെ പെട്ടി കിടക്കുക.
മോളെ രതി, ദേ അവരെല്ലാം നിന്നെ കാണാൻ കാത്തിരിക്കുന്നു. ഒന്ന് വന്നേ. എടി, എന്നെ കാണാനല്ല, നിന്നെ കാണാനാ. വേഗം വാ. കൊടപ്പറന്നവൻ അത്ര വലിയ തൃപ്തി പോരാ. നേര് പറയാമല്ലോ, എനിക്ക് ആ കൊച്ചനെ ഇഷ്ടമായി. ഒരുമാതിരി കഴിഞ്ഞുകൂടാനുള്ള ചുറ്റുപാടും വരുമാനം ഒക്കെ ഇല്ലേ? അതുണ്ട്. ആ, എങ്കിൽ പിന്നെ ഇനി ഒന്നും ആലോചിക്കണ്ട, അതങ്ങ് നടത്തിക്കളയാം. അപ്പോ അവര് കാണാൻ വന്നതിന് എന്നോടാണോ പിണങ്ങുന്നത്? അതിന് ഞാനാണോ ഉത്തരവാദി? അല്ലെങ്കിൽ ഇങ്ങനെ അയാളുടെ മുന്നിൽ പോയത്? പോയെന്ന് വെച്ച് ഇനിയിപ്പൊ കല്യാണം, അത് കഴിയുമ്പോഴും ചോദിക്കാമല്ലോ ഞാനാണ് ഉത്തരവാദിന്ന്. വന്നവർക്ക് പെണ്ണിനെ ഇഷ്ടമായോ? ആയിക്കാണും. നിങ്ങൾക്കാരെ ഇഷ്ടമായോ? ആരെ? ആ ആളിനെ. പിന്നെന്തിനാ ആ ആളിനെ കല്യാണം കഴിക്കുന്നേ? ആര് പറഞ്ഞു ഞാൻ അയാളെ കല്യാണം കഴിക്കുമെന്ന്? ഇല്ലേ? പറയൂ, ഇല്ലേ? അയ്യോ, പപ്പു, പപ്പു, എന്റെ പപ്പു, പപ്പു വിടൂ, പപ്പു, പപ്പു, എലി, പപ്പു, ആ, അയ്യോ, അമ്മേ, അമ്മേ, ഇത് പോവാൻ. എടി, ഇനി നീ നിന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കഴുത്തിയാ അറിഞ്ഞോളെ. പോകാനല്ലേ പറഞ്ഞത്? എന്താ ചേച്ചി, എന്താ ഇത്? മോനോട് ചോദിക്ക്. എന്താടാ? എടാ, എന്താന്ന്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മോളെ ഞാൻ നിലയ്ക്ക് നിർത്തിക്കോളാം. നിങ്ങളുടെ മോനെ ഇനി അങ്ങോട്ടെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നീ ഒന്ന് ഒച്ച വയ്ക്കാതെ നാരായണി, നാട്ടുകാരറിഞ്ഞാൽ നിന്റെ മോക്കേണ്ട